ഇങ്ങനെ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് കൊണ്ടുവന്ന പാതിവില പാതകത്തിൽ കേന്ദ്ര ഏജൻസിയുടെയൊക്കെ പരിശോധനകൾ നടക്കുമ്പോൾ നിരവധി രാഷ്ട്രീയ നേതാക്കളിലേക്കുമൊക്കെ തന്നെ ആരോപണങ്ങൾ എത്തുകയാണ്. പാതിവില തട്ടിപ്പിൽ തന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണം നിഷേധിച്ചുകൊണ്ട് കെ കൃഷ്ണൻകുട്ടി രംഗത്ത് വന്നു. അപേക്ഷ വാങ്ങാൻ തന്റെ ഓഫീസ് ഉപയോഗിച്ചെന്ന ആരോപണമാണ് മന്ത്രി നിഷേധിച്ചത്. ഇവിടെ വന്നിരുന്ന് എഴുതിയാൽ നമുക്ക് എന്താ അറിയാം? ഞങ്ങളൊരു പരാതി എഴുതുന്നു പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് അറിഞ്ഞാലല്ലേ പറയാം. അറിഞ്ഞ ഉടനെ സ്ത്രീകൾ വന്ന് പരാതി പറഞ്ഞപ്പോൾ ഉടൻ തന്നെ എന്താ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരാതി കൊടുക്കും. പരാതി എടുത്ത് പോലീസ് അന്വേഷിച്ചാൽ ഈ കള്ളത്തരം ഉണ്ടെങ്കിൽ അത് പെടില്ലേ? കോർഡിനേറ്റർമാരുടെ താൽക്കാലിക ഓഫീസായിട്ട് ഈ അപ്പുറത്തെ ഓഫീസ് ഇവിടെ ഓഫീസിലെ ആളെ ഉണ്ടാകാറില്ല. ഓഫീസ് ഇതിന്റെ വേദിയായിട്ടില്ല എന്നുള്ളതാണ്. വേദിയൊന്നും ആയിട്ടില്ല. ഇവിടെ പരാതി കൊടുക്കാൻ വേണ്ടി അവർ വന്നപ്പോ എഴുതി കൊടുക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചൊന്നും അതുകൊണ്ടാണ്. പാർട്ടി ഓഫീസിലൊന്നും ഇവിടെ ഇരുന്നിട്ട് ചെയ്തിട്ടില്ല. അവര് പറഞ്ഞതാണ്. അല്ല, അവര് പറഞ്ഞാൽ അവര് രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല, പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആളുകൾ ചേർത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും ചേർത്തില്ല. അത് ഒരു സംഘടനാ പ്രവർത്തനം പോലെ ആരെങ്കിലും ചെയ്യുമത് അങ്ങനെ നടന്നിട്ടുണ്ടോ? ഇതെന്താ പകുതി എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണെന്ന് അറിയില്ലേ?